പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പതിവിൽ നിന്ന് വിപരീതമായി നമ്മുടെ വാഷിംഗ് മെഷീനിൻ്റെ പ്രവർത്തന സമയം കൂടുന്നതിന് എതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിലെ കൂടെയാണ് നമ്മൾ ഓണാക്കുമ്പോൾ വെള്ളം ഇതിലേക്ക് വരിക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ ഞാൻ പറയുന്നത് ഇതെല്ലാവരും ഇതിൻ്റെ പ്ലഗ് കുത്തി കഴിഞ്ഞു. ഓണാക്കിയതിന് ശേഷം ഞാൻ ചെയ്യുന്നത് മെഷീൻ്റെ മേലെ ഓണാക്കി, രണ്ടാമത്തെ പ്രോഗ്രാം ഓണാക്കി, മൂന്നാമത്തെ സ്റ്റാർട്ട് കൊടുത്തു. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ നോക്കാം. ഇവിടെ ഇതിലെ കൂടിയാണ് വെള്ളം മെഷീനിലേക്കട്ടെ വെള്ളം വരുന്നത്. ഇപ്പോൾ വളരെ കുറഞ്ഞ നിലയിലാണ് വെള്ളം പോകുന്നത് കണ്ടോ. അപ്പോൾ സമയം ധാരാളം പിടിക്കും. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇത് ഓഫാക്കി കഴിഞ്ഞു. ഇവിടെ ഓഫാക്കി സേഫ് ഓഫാക്കിയതിന് ശേഷം ഇത് ടാപ്പ് തുറന്നൊരു വെള്ളം ഇവിടെ വരുന്നുണ്ട്. ഈ വെള്ളം ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഒരു ഫിൽറ്ററും കാര്യമെല്ലാം ഉണ്ട്. ആ ഫിൽറ്ററിൽ പ്രശ്നമില്ല. അതുകൊണ്ട് വെള്ളം ശരിക്കും വരുന്നുണ്ട്. ഇനി അവിടെ നേരത്തെ ഞാൻ കഴിച്ചെടുത്തൊരു ഫിൽറ്റർ ഉണ്ട്. അതിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയാം. വെള്ളം ഇവിടെ വരുന്നുണ്ട്. ഇത് ഓഫാക്കിയതിന് ശേഷം എന്ത് വേണം, നമ്മളവിടെ കഴിച്ച ഫിൽറ്ററുകൾ, ഇവിടെ നിന്നാണ് ഫിൽറ്റർ കഴിച്ചത്. ഇവിടെ നിന്നാണ് ഫിൽറ്റർ കഴിച്ചത്. ഇവിടെ ഞാൻ കൈ വച്ചിരുന്നത്. ഈ ഫിൽറ്റർ എടുക്കണം. ഫിൽറ്റർ എടുത്ത് ഇതാണ് ഫിൽറ്റർ. ഈ സാധനമാണ് ഫിൽറ്റർ. ഇതിന് മുൻപ് ഞാൻ ചെയ്തതാണ്. ഒന്നും കൂടെ ചെയ്യാം. ഇത് നോക്കുമ്പോൾ ഇത്ര കുഴപ്പമില്ല. ഇതാണ് ക്ലീൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ചിലപ്പോൾ ഈ തീരപ്രദേശത്തെല്ലാം ആണെങ്കിൽ ഇത് വേഗം തുരുമ്പ് വെള്ളം വന്നിട്ട് ഈ ഫിൽറ്റർ അടഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എന്ത് വേണമെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്യാനായി പോകുന്നു. അതുവരെ വീഡിയോ ഇവിടെ പോസ് ചെയ്യുന്നു. ഈ ഫിൽറ്റർ ഞാൻ ടാപ്പിലെ വെള്ളത്തിൽ വെച്ചിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിലെ കൂടെ അരിപ്പ വേണം, അല്ലെങ്കിൽ അത് മെഷീൻ്റെ മോശമാണ്. ഇത് ഫിൽറ്റർ വേണം. ഈ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണമായിട്ടാണ് ഉള്ളത്. ഇപ്പം തൽക്കാലം അഴിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഫിൽറ്റർ അവിടെ പഴയ സ്ഥാനത്ത് തന്നെ ഉറപ്പിക്കാം. ആ ഫിൽറ്റർ ഞാൻ നേരത്തെ കഴിച്ചെടുത്തുനിന്ന് ഇവിടെ വെച്ചു. ഇങ്ങനെയാണ് ഇത് ഈ സൈഡ് ഈ ഹാൻഡിൽ പോലത്തത് പുറത്തോട്ട് വരുന്ന വിധത്തിലാണ് ഫിറ്റ് ചെയ്യേണ്ടത്. വേണ്ട, അങ്ങോട്ട് പോയി. ഇനി എന്ത് വേണം, ഈ പൈപ്പിൻ്റെ മറ്റേ എൻഡ് അതിവിടെ കണക്ട് ചെയ്യാം. മെഷീനിൽ അതേപോലെ പൈപ്പിൻ്റെ മറ്റേ എൻഡ് മെഷീനിൽ കണക്ട് ചെയ്യുക. അതേപോലെ കണക്ട് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്യണം. ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ലീക്ക് വരും. ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്യണം. പൊട്ടിച്ചേക്കാം. ടൈറ്റ് ചെയ്ത് പൊട്ടിച്ച് കളയാത്. ഞാനതെല്ലാം ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഓഫിലാണ് ഉള്ളത്. ഓഫ് ചെയ്യാൻ മടിക്കരുത്. അപകടമാണ്. എന്താ പറയാൻ പറ്റില്ല. കറണ്ടിൻ്റെ കാര്യമാണ്. നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതാ 1 2 1 2 പ്രോഗ്രാം പിന്നെ
സ്റ്റാർട്ട്. ഇനി നോക്കാം ഇവിടെ വെള്ളത്തിൻ്റെ വരുന്നത്, ഇങ്ങനെ വെള്ളം വരുന്നുണ്ട്. കുറച്ചും കൂടെ ആയിട്ടുണ്ട്. വലിയൊരു വ്യത്യാസമില്ല, കാരണം നമ്മൾ ഇന്ന് 2 ആഴ്ച ഒരു വീഡിയോ ഇട്ടിരുന്നു, ആ വീഡിയോ എല്ലാം ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇനി മെഷീനെ പെട്ടെന്ന് അടച്ചു. ഇനി അതിൻ്റെ ജോലി നോക്കാം. ഇവിടുത്തെ സമയം നോക്കാത്ത സമയം നോക്കണം പോയിട്ട്. അതിലെ കൂടെ വെള്ളം തുറന്നാൽ ചിലപ്പം എന്താണെന്ന് അറിയില്ല സംഭവിക്കുക. അതുകൊണ്ട് അത് അടച്ചിട്ട് കാണിക്കുന്നതാ. വെള്ളം പോകുന്നുണ്ട്. വെള്ളം കുറച്ച് മോശമില്ലാത്ത നിലയിൽ വെള്ളം പോകുന്നുണ്ട്. അവിടെയുള്ളൊരു പൈപ്പിൻ്റെ മേലുള്ള ഫിൽറ്ററും കൂടെ ഒന്ന് ക്ലീൻ ചെയ്താൽ നന്നായി. പക്ഷെ അത് ക്ലീൻ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. മാത്രമല്ല ലീക്ക് വന്നാൽ കുറച്ച് പാടാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നില്ല. കഴിയുന്നത് ഈ ഒരു ഫിൽറ്റർ, ഇപ്പം ഞാൻ കാണിച്ച ഫിൽറ്റർ ക്ലീൻ ചെയ്താൽ മതിയാകും. മറ്റേത് വരാനുള്ള സാധ്യത പൈപ്പിൻ്റെ അവിടെ ഒരു ഫിൽറ്റർ ഉണ്ട്. പൈപ്പിൻ്റെ ജംഗ്ഷൻ കാണില്ല, സ്ക്രൂ എല്ലായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. ആ ഫിൽറ്ററും ക്ലീൻ ചെയ്താൽ നന്നായിരുന്നു. പക്ഷെ അത് ചിലപ്പം കുറച്ച് പാടാണ്. നമ്മുടെ പൈപ്പ് ഫിറ്റ് ചെയ്ത് കുറച്ച് ചുമൽ അടുപ്പിച്ചതായതുകൊണ്ട് അത് കഴിക്കാൻ കുറച്ച് വിഷമമുണ്ട്. സ്ക്രൂ ഡ്രൈവർ വെച്ച് കഴിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇത് വാഷിംഗ് കഴിഞ്ഞതിന് ശേഷം വീഡിയോ ഓണാക്കുന്നതാണ്. ഇപ്പോൾ 15 സ്റ്റാർട്ട് ചെയ്ത 15 തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഏകദേശം വാഷിംഗ് കഴിയാനായിട്ടുണ്ട്. ഇപ്പോൾ 15-ൽ നിന്ന് 3-ലേക്ക് എത്തിയിട്ടുണ്ട്. 0-ലെത്തുമ്പോൾ വാഷിംഗ് കഴിയും. 0-ലെത്തുമ്പോൾ പ്രിയമുള്ളവരെ, ഇതാ വാഷിംഗ് മെഷീൻ്റെ വാഷിംഗ് കഴിയാൻ പോകുന്ന 2 കൗണ്ട് ഡൗൺ ആരംഭിച്ച് 2 ആയി. 1 0 ആയാൽ വാഷിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആദ്യം സമയം നോക്കിയിട്ടുണ്ട്. ഏകദേശം 35 മിനിറ്റാണ് ഈ വാഷിങ്ങിന് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പത്തെ സമയവും ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ള സമയം നോക്കിയാൽ ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് മനസ്സിലാക്കാം. തീരാൻ പോകുന്നു. വാഷിംഗ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ 35 മിനിറ്റ് സമയമെടുത്തു ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളത്. ഇന്നലെ ഒരു 3/4 മണിക്കൂർ എടുത്തെന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും 2 ഫിൽറ്റേഴ്സാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഒന്ന് ഇവിടെയുള്ള ഇതിൻ്റെ ഉള്ളിൽ തുറന്നാലുള്ള ഫിൽറ്റർ,
മറ്റേ ഫിൽറ്ററിൽ അധികം വരാൻ വഴിയില്ല. ഇത് ഇതിൻ്റെ ഉള്ളിലൊരു ഫിൽറ്റർ ഉണ്ട്. ഫിൽറ്റർ കഴിക്കുന്നത് സൂക്ഷിച്ച് വേണം, കാരണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അതെല്ലാം മെക്കാനിക്കിനെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷം നോക്കിയിട്ട് മാത്രം ചെയ്യിച്ചാൽ മതി. ആദ്യമായി ചെയ്യേണ്ടത് ഇവിടെ ഓഫാക്കുക. വാഷിംഗ് കഴിഞ്ഞാൽ ഓഫാക്കി ഇത് വലിച്ചതിന് ശേഷം മാത്രമേ തുണി എടുക്കാൻ പാടുള്ളൂ. ഇതേപോലെ കഴിഞ്ഞിട്ടുണ്ട്. വെളിച്ചമില്ലാത്തതുകൊണ്ട് അത് കാണാത്ത വാഷിങ് കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ശശിധരൻ ബ്ലോഗിനെ ഇതിൻ്റെ ശശിധരൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇതുവരെ കണ്ടിരുന്നത്. ഈ ചാനലിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഇതാക്കണമെന്ന്. ഇതുപോലത്തെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് സപ്ലൈയിൽ ഓഫാക്കി, അതേപോലെ കറണ്ട് ഓഫാക്കി, ഇത് പൂട്ടേണ്ട സമയത്ത് പൈപ്പ് പൂട്ടിയും തുറക്കേണ്ട സമയത്ത് തുറന്നും എല്ലാം ചെയ്യണം. ഇതെല്ലാം ഓരോരുത്തർ മനോധർമ്മം പോലെ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.